വീട്ടിൽ ചെറുപഴമൊക്കെ പഴുക്കുമ്പം ഷാർജ ഷേക്ക് ഉണ്ടാക്കുമല്ലോ. അത് നമ്മൾ പാലും പഞ്ചസാരയും പഴവും ഷേക്ക് അടിക്കുകയാണല്ലോ ചെയ്യുക. വീട്ടിൽ ഇതൊക്കെ ഉണ്ടാക്കുമ്പം കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുപോലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഗ്ലാസ്സിൽ നല്ല ഷാർജ ഷേക്ക് ഐസ്ക്രീം പോലെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ടേസ്റ്റൊക്കെ കൂട്ടാൻ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൽ നമ്മൾ വീട്ടിൽ എന്താണോ അവൈലബിൾ ഉള്ളത് അത് നോക്കിയിട്ട് ചെയ്യാമല്ലോ. അറിയാമല്ലോ, ഷാർജ ഷേക്ക് ആക്കാൻ പൂവൻ പഴമാണ് യൂസ് ചെയ്യുന്നത്. പുളിയുള്ള പഴം യൂസ് ചെയ്യില്ല. പൂവൻ പഴം എക്സാക്റ്റ് അത് കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ പൂവൻ പഴം അല്ലെങ്കിൽ ഞാലിപ്പൂവൻ പഴം വെച്ചിട്ടും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇതിനു വേണ്ടി നല്ല പഴുത്ത പഴം നോക്കി തന്നെ എടുക്കണം. നല്ല പഴുത്ത മീൻസ് അതിൻ്റെ തൊലിയുടെ കട്ടി കുറഞ്ഞ് വന്നിട്ടുണ്ടാകും. ഞാനിവിടെ ഷേക്കാക്കാൻ ഞാലിപ്പൂവൻ പഴമാണ് യൂസ് ചെയ്യുന്നത്. മിക്കവാറും എല്ലാവരും ഷാർജ ഷേക്കിന് ചോക്ലേറ്റ് ഫ്ലേവർ കൊടുത്തിട്ട് കാണാറുണ്ട്. ഇത് ഞാൻ ചോക്ലേറ്റ് ഫ്ലേവറിലൊന്നും ഉണ്ടാക്കുന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കും. പാലും പഴവും പഞ്ചസാരയും വെച്ച് മാത്രം നമ്മളിത് ഷേക്ക് അടിക്കുകയാണെങ്കിൽ പാലിൻ്റെ അളവ് കൂട്ടിയിട്ട് കുറച്ചും കൂടി ലൂസായിട്ടുള്ള ജ്യൂസ് അടിക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിവിടെ ഉണ്ടാക്കുന്നത് കടയിൽ നിന്നൊക്കെ കിട്ടുന്നത് പോലെ നല്ല തിക്കായിട്ടുള്ള ഷാർജ ഷേക്കാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ നല്ല തിക്കായിട്ടുള്ള ഷാർജ ഷേക്ക് വേണമെന്ന് വെച്ചിട്ട് അതിനകത്ത് കുറേ പഴം കൂടുതൽ ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കിയാൽ അത് നല്ല ടേസ്റ്റ് ഒന്നും ഉണ്ടാകില്ല. ചോക്ലേറ്റ് ഫ്ലേവറിലാണ് ഷാർജ ഷേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സിമ്പിളാണ്. അതിൽ ചോക്ലേറ്റിൻ്റെ പീസസോ അല്ലെങ്കിൽ ബൂസ്റ്റോ ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. വൈറ്റ് കളറിലാണ് ഷാർജ ഷേക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കൂടാൻ നമുക്ക് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാഷ്യൂ നട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വേവിച്ച് സോഫ്റ്റ് ആക്കിയിട്ടോ കുതിർത്ത് സോഫ്റ്റ് ആക്കിയിട്ടോ നമുക്ക് ഉപയോഗിക്കാം. കാഷ്യൂ നട്ടിൻ്റെ കൂടെ അല്ലെങ്കിൽ അതിന് പകരം ബദാം കയ്യിലിരിപ്പുണ്ടെങ്കിൽ അതായാലും ചേർത്ത് കൊടുക്കാം. തിക്കായിട്ടുള്ള ഷാർജ ഷേക്ക് ഉണ്ടാക്കുന്നതിന് കട്ടപ്പാൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. നമ്മൾ മുറിച്ച് വെച്ച പഴം മിക്സർ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ കട്ടപ്പാൽ മെൽട്ടാകുമൊന്നും ചെയ്യാതെ അതങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം. ഞാൻ നമ്മുടെ ചാനലിൽ കുറേ ഡ്രിങ്ക്സിൻ്റെയും ജ്യൂസസിൻ്റെയും ഒക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരുമിച്ച് പ്ലേലിസ്റ്റ് ആക്കിയിട്ട് കൊടുത്തേക്കാം. അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക്സും കൊടുത്തേക്കാം, കണ്ടു നോക്കണം. ഇതിൽ മിക്കവാറും എല്ലാം നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, നിങ്ങൾ ചെയ്യുന്നതായിരിക്കും. എന്നാലും ഓരോരാളും ഓരോ കാര്യങ്ങളും വ്യത്യസ്ത രീതിയിലാണല്ലോ ഉണ്ടാക്കുക. അതുപോലെയും ട്രൈ ചെയ്യാമല്ലോ. മിക്സിയിൽ ജ്യൂസ് അടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ കട്ടപ്പാലിൽ കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി ബ്ലെൻഡ് ചെയ്ത് വന്നതിന് ശേഷം ഈ ഷേക്ക് നല്ല ടേസ്റ്റി ആക്കാനുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും. കയ്യിൽ വാനില ഐസ്ക്രീം ഉണ്ടെങ്കിൽ ബ്ലെൻഡ് ചെയ്ത ഈ ഒരു ഷേക്കിലേക്ക് വാനില ഐസ്ക്രീം ചേർത്ത് കൊടുത്ത് ഇത് ടേസ്റ്റി ആക്കാം. ഞാനിവിടെ ഈ ഷേക്ക് നല്ല തിക്ക് ആൻഡ് ടേസ്റ്റി ആക്കാൻ വേണ്ടി ചേർത്ത് കൊടുക്കുന്നത് നന്നായി പതപ്പിച്ചെടുത്ത വിപ്പിംഗ് ക്രീമാണ്. ഒന്നുകിൽ ഈ ഷേക്കിലേക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇതിൽ നല്ല കട്ടിയുള്ള ഷേക്കാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഈ വിപ്പിംഗ് ക്രീം വൈപ്പ് ചെയ്തതിലേക്ക് ഷേക്ക് ചേർത്ത് കൊടുത്ത് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും മാത്രമല്ല, ഇതിന്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം, അതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ചേർക്കാം. ഞാനീ പറഞ്ഞ കാര്യങ്ങളല്ലാതെ ഇതിന്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യാറുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യണം. സെർവ് ചെയ്യാൻ ഗ്ലാസ്സിലേക്ക് ഷേക്ക് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം വൈപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഗാർണിഷ് ചെയ്യാം. ഇതിന് പകരം വാനില ഐസ്ക്രീം ആയാലും ചേർത്ത് കൊടുത്താൽ മതി. ഇതും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പം നല്ല കട്ടിയുള്ള ഷേക്ക് തന്നെ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ നല്ല കട്ടിയുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷേക്ക് തന്നെ നമുക്ക് കിട്ടും. എപ്പോഴും പറയുന്ന പോലെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. മറ്റൊരു നല്ല വീഡിയോയിൽ വീണ്ടും കാണാം.